രാവിലെ ഉറക്കത്തിൽ നിന്ന് ഇനിക്കുമ്പോൾ ഈ ഒരു വ്യൂവോട് കൂടിയിട്ട് ഇനിക്കാന്ന് പറഞ്ഞാൽ അത് നിസാര കാര്യമല്ല അല്ലേ. കാശ്മീർ വന്നാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സ്റ്റേ ചെയ്യേണ്ട ഒരു 1.5 പ്രോപ്പർട്ടിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഗുൽമർഗിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് തങ്മർഗിലാണ് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. തങ്മർഗിലുള്ള ഹോട്ടൽ മറീനയിലാണ്. ഇന്നലെ വന്നിട്ട് റിസോർട്ടൊന്നും കാണിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, കാരണം നേരെ വന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. വയസ്സൊക്കെ ഇപ്പോഴും ഉറക്കത്തിലാണ്. അപ്പോൾ കാരണം ഇന്നലെ ഫുൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്നോഫോൾ ആദ്യമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ റൂമിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറത്ത് നല്ല സ്നോഫോൾ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലേ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റൂം എത്രത്തോളം അടിപൊളിയാണെന്ന് കാണിച്ചു തരാം. ഈ ഐസൊക്കെ ഗ്ലാസ്സുമ്മ മുട്ടാനായി. ഓക്കെ, ഒരു രക്ഷയില്ല. നമ്മ മൂവിയിലും സീരീസിലൊക്കെ കാണണം അതേ സീനുകൾ. ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ്മീർ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ ഈ ട്രിപ്പ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ ഏകദേശമൊക്കെ എനിക്ക് ട്രിപ്പ് ആവണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ റൂം ഇതാണ്. വളരെ സിമ്പിളായിട്ടുള്ള റൂമാണ്, പക്ഷെ റൂമിനെ ഭംഗിയാക്കണത് ഈ വ്യൂ ആണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അയ്യോ, ആരും വിളിക്കണുണ്ടല്ലോ. എനിക്ക് തോന്നണേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഹലോ. I will come within 5 minutes. I will come within 5. Okay, I will come. Okay. Sure. ബ്രേക്ക്ഫാസ്റ്റ് കഴിയാനായി. ചിലപ്പോൾ ലാസ്റ്റത്തെ കസ്റ്റമേഴ്സ് നമ്മളായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞ് ഞാൻ റൂം അതിന് മുമ്പ് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഒരു സിമ്പിളായിട്ടുള്ള റൂം. ഈ കാണുന്ന ഒരു 1.5 വ്യൂ. പിന്നെ നമ്മളുടെ വാഷ്റൂം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമാണ്. പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം, അല്ലെങ്കിൽ അവർ സീനാക്കും. നമ്മളെ നാട് പോലെയല്ല. അപ്പോൾ അവരിനി ഫുഡ് തന്നില്ലെങ്കിൽ നമുക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനും പറ്റില്ല. ഓയ്സാ ആളൊക്കെ ജാതി ഉറക്കത്തില്ല. ഓനെ ഇനിക്ക് നല്ല ഉറക്കത്തില്ല. അപ്പോൾ വേഗം പോയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ സീനാണ്. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ്. നോക്കിയേ. ഞാൻ ജാക്കറ്റ് എടുത്ത് വരായിരുന്നു കേട്ടോ. ഈ ഒരു വ്യൂവിൽ ഇരുന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. നമ്മൾ ഫുഡ് എല്ലാം ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രോ, പുറത്തത്തെ ക്ലൈമറ്റ് എത്രയെന്ന് അറിയോ? നോക്കാറൊന്നുമില്ല. ശ്രീനഗറിൽ മൈനസായി. അപ്പോ ഇവിടെ വണ്ടികളൊക്കെ ബ്ലോക്കാണ്. വണ്ടികൾ പോകുന്നില്ല. ഇവിടേക്ക് വണ്ടി പോകൂല. സോൺമർഗ് ബ്ലോക്ക് ആക്കി, നമ്മളെ വണ്ടി ബ്ലോക്ക് ആക്കി. ഓക്കെ, പാൽഗാമിക്ക് ബ്ലോക്ക് ആണ്, എന്നാലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ശ്രീനഗറിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇത് മാനേജർ ആണോ? ഹായ് ബ്രോ. ഹായ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ. വാട്ട്സ് യുവർ നെയിം? Mudassir. Okay, bro, next level. Is it nice? Oh man, there is no words for this. Thank you. Hello Isa, എന്തിനു പറയാനുള്ളേ? സ്പീച്ച്ലെസ്. എൻ്റെ പൊന്നേ, ഈ ഒരു വ്യൂവിലൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മളെ റിസോർട്ട് ഒരു 1.5 റിസോർട്ടാണെന്ന്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എനിക്ക് ഈ വ്യൂ അല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും ഇപ്പം കാണിച്ചു തരാൻ തോന്നുന്നില്ല. നോക്കി, ഞാൻ ബനിയനും പിന്നെ ജീൻസും, ഞാൻ തെർമൽ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ചെറിയൊരു തണുപ്പുണ്ടോ? വയസ്സൊക്കെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണത്. നമുക്ക് എന്തായാലും ഫുഡ് ഒന്ന് കഴിച്ചു നോക്കാം. ഉണ്ട്, ഹോട്ട്സ് ഉണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്. വാട്ട് അബൌട്ട് ദിസ്? ആലു പൊറോട്ട. സോറി. ഈ ഹോട്ടലിലെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഈ ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നുണ്ടാവോ. ഒരു രക്ഷയില്ലാല്ലേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഈ ഒരു ആംബിയൻസ് മാത്രം നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലൊക്കെ നെക്സ്റ്റ് ലെവലാണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത്, ഫുഡൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ നോക്കുക. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നാലും ഫുഡ് തണുത്ത് പോവാന്നല്ല പറയാം, ഫുഡ് ഐസായിട്ട് പോകും. കാരണം അത്രയും തണുപ്പാണ്. എപ്പോൾ നോക്കിയാലും സ്നോഫോളും കാര്യങ്ങളും ആണ്. അതുകൊണ്ട് ചൂടോടെ കഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഫുഡ് ഐസായി പോകാനും ചാൻസ് ഉണ്ട്. കാണുന്നതേ ഏത്
അത് റിവറാണോ? ഓ പിന്നെ ഇവിടെ ലൈവായിട്ട് നോക്കി സ്നോ ഇങ്ങനെ വീണോണ്ടിരിക്കുക. ഞങ്ങൾ ഇന്നലെ ഉറക്കത്തിന് പെട്ടെന്ന് ഞെട്ടിനിട്ട് എന്തോ ഒരു സമയം ചിട്ടിഞ്ഞ് പൊളിഞ്ഞു വീണാന്ന്. വേറെ ഒന്നല്ല, നമ്മളെ റൂമിന് മുമ്പിൽ സ്നോ നിൽക്കണ കണ്ടായിരുന്നു. അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടിയടിക്ക് വരും. അതിന്റെ സൗണ്ട് എടുത്താ ലൈവായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാട്ടാ. ബെസ്റ്റ് ടൈമിലല്ലേ നമ്മള് വന്നത്. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഈ വ്യൂ ഉണ്ടാവോ? അതായത് സാധാരണഗതിയിൽ ഡിസംബർ മുതലേ ഒരു 3 months ഈ 3 മാസം ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അത് ഏറെക്കുറെ ഒരു ജനുവരി 26 കണ്ടില്ല, ആ ഒരു ദിവസം മുതൽ ഇനി അങ്ങോട്ടൊരു 1.5-2 മാസം. എന്റെ മോനെ ഒരു രക്ഷയില്ല. ഫുഡായാലും സർവീസ് ആയാലും പിന്നെ ഈ ഒരു ആംബിയൻസ് എന്റെ പൊന്നേ. ഞാൻ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യം? ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ ഏകദേശം മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്ന്. പിന്നെയും റൂമിലേക്ക് എത്തി. എന്താ നമ്മളെ പടച്ചോരേ, എനിക്ക് ഞാൻ വിളിച്ചോക്കട്ടെ. എന്തത്? കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചേ ഇത് കുറച്ച് പീസായിട്ട് വരാം. അതാണ് ഞാൻ പ്രോവിന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അടിച്ചോട്ടെ. ഇവിടെ പല ടൈപ്പ് റൂം ഉണ്ട്. ഓരോ റൂമിനും ഓരോ ചാർജ് ആണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റൂം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഏത് റൂമിൽ നിന്ന് നോക്കിയാലും ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സത്യം പറഞ്ഞാല് ഇത് മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാല് സമയം പോണതേ അറിയില്ല. കാരണം അത്ര രസമാണ് ഇതെല്ലാം കാണാനായിട്ട്. ഇവിടെ എല്ലാവർക്കും ഈവനിങ് ടൈമിലോ രാത്രിയോ രാവിലെയോ എല്ലാവർക്കും റിലാക്സ് ചെയ്തിരിക്കാനുള്ള സ്പേസ് ഉണ്ട്, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഫുഡൊക്കെ അവരിവിടെ കൊണ്ടുവന്ന് തരും. ഈ ഒരു വ്യൂവിലിരുന്ന് ഫുഡ് കഴിക്കും. എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ആണ് പ്രോപ്പർട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഏതോ ഒരു സ്വപ്ന ലോകത്ത് പോയ പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഒരു രക്ഷയില്ലാത്ത ഫീലിങ്സ് ആണ്. നമ്മള് പ്രോപ്പർട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. നല്ല നീറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം പ്രോപ്പർട്ടിയുടെ ഉള്ളിലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് ഇതിന് പുറത്തത്തെ ബ്യൂട്ടി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്. എന്റെ പൊന്നെ ഗൈസ്, ഒരു രക്ഷയില്ല. വെറുതെ അല്ല ഭൂമിയുടെ സ്വർഗം എന്ന് കാശ്മീർ അറിയപ്പെടുന്നത്. ഇതൊക്കെ തന്നെയാണ് കാശ്മീരിന്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു വാക്കുമില്ല കേട്ടോ എനിക്ക് പറയാൻ. അപ്പോൾ ഈ ഒരു സ്റ്റേന് അധികം പ്രൈസ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓൺലൈൻ പ്രൈസിനേക്കാൾ റേറ്റ് കുറവിന് പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മിനിമം 12,000 rupees അങ്ങനെ എത്രയോ ആണ് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12,000 rupees നമുക്ക് നമ്മളൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ, ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ നമുക്ക് അഫോർഡബിൾ ആവണം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ നമ്മളെ ലൈഫിൽ. കാരണം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ കുറഞ്ഞത് എടുക്കാണ്ട് തന്നെ അത് തന്നെ ടാർഗറ്റ് ചെയ്യുക, അതിലേക്ക് നമ്മൾ എത്താം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും എന്നെ ഒരു അഹങ്കാരി ടോണിൽ ആരും കാണരുത്. ഞാൻ ഉദ്ദേശിച്ചതാണ്. ചെയറും ടേബിളും ഫുൾ ഐസായൊക്കെയാണ് ബ്രോ. പടച്ചോന് ഈ കാശ്മീർക്കാർക്കേ ഇങ്ങനൊക്കെ എടുക്കണത് വൃത്തികേടാണോ? വൃത്തികേടായിട്ട് അവർക്ക് തോന്നോ? അങ്ങനെയൊന്നും ഒരിക്കലും. ഒരു മഞ്ഞ് ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ പൊതുവെ കാശ്മീരിന്റെ പ്രധാനപ്പെട്ട സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പച്ചപ്പുള്ള ടൈം, സ്പ്രിങ്, ആ ഒരു ടൈമാണ് പ്രധാനപ്പെട്ട സീസൺ ആയിട്ട് വരുന്നത്. അതായത് നോർത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കയറി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ മലയാളീസ് ആണെങ്കിലും ഫാമിലീസ് ഒക്കെ കൂടുതലും ഗാർഡൻസ്, പൂക്കളൊക്കെ പൂക്കുന്ന ആണോ? പക്ഷെ എനിക്ക് കാണണ്ടത് സ്നോ ആയിരുന്നില്ല. ഞാനത് സ്നോഫോൾ. ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു 1.5 വാട്ടർഫോൾസ് ഉണ്ട്. കാശ്മീരിലെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വേറെ ഒന്നുമല്ല, കാശ്മീരുടെ സ്വന്തം ട്രങ്ക് വാട്ടർഫോൾസ് ആണ്. ഈ വാട്ടർഫോൾസ് മാൻമെയ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? സത്യം പറഞ്ഞാല് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആയിരുന്നില്ല. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഡാം ഉണ്ടായിരുന്നു. അവിടുത്തെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇത് ഇത്രയും തണുപ്പത്തായോണ്ട് തന്നെ വെള്ളം വരുമ്പോൾ തന്നെ ഐസാവും. ആ ഐസായി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാശ്മീർ വന്നതിനെ മറന്നു പോകും. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് വന്ന പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. കാരണം അത്ര രസമാണ് ഇതെല്ലാം കാണാനായിട്ട്. ഇത് ഇറങ്ങിയപ്പോ ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വേറെ ഒന്നല്ല, കണ്ട ഇതുപോലൊക്കെ വീണ് കഴിഞ്ഞാലൊക്കെ സീനാണ് ഇവിടെ.
ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മുകളിലൊരു താഴത്തോട്ട് ഇറങ്ങി ആൾക്കാർക്ക് ഇങ്ങനെ വ്യൂ പോയിന്റ് വരിക, നോക്കിയോ ബ്രോ? റിസ്കിൽ മാത്രം ചെയ്യാം. എനിക്കിവിടെ ഇറങ്ങിയപ്പോ ചെറിയൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ എന്റെ കൈയിന്റെ ഓപ്പറേഷൻ ആണ്. ചിലപ്പോൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡോക്ടർ എന്താണോ പറയണത് അത് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ ഈ കൈ വലിയാൻ പാടില്ല. ഈ കൈന് കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. ഒരു കൊല്ലം ഈ സംഭവം നടന്നിട്ട് ഞാൻ ഇതുവരെ ഓപ്പറേഷനോ അല്ലെങ്കിൽ വേറെ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. അപ്പൊ ഇതിന് ശേഷം വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇത് മൊത്തം പാറകളുടെ ഇടയിൽ സ്നോ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ ഓരോ പാറകളാണ്, അതിന്റെ ഇടയിൽ സ്നോ വന്ന് സെറ്റ് ആയിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വീണിട്ട് തന്നെ രക്ഷിച്ച് എൻ്റെ കാലുമ ഫുള്ള് വെള്ളം കേട്ടോ. അതിനുള്ളിൽ സോക്സ് ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്താ ഇപ്പം എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല, മരവിച്ച് തുടങ്ങിയിട്ടില്ല. ഇനി മരവിക്കുമോന്ന് എനിക്കറിയില്ല. ഭാഗ്യമുണ്ട് അല്ലേ, കൈ ഓപ്പറേഷൻ വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ വെച്ച് കൈ കുത്തി വീണാണോ അവസ്ഥ ചോദിക്കേ സീനാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം നിങ്ങളിവിടെ വരാനായിട്ട്. ഞാനേ ശ്രദ്ധിച്ചില്ല. നമുക്ക് വീഡിയോ കണ്ട ആരെങ്കിലും ഇവിടെ വരാണെങ്കിൽ ശ്രദ്ധിക്കാമെന്ന്. ഒരുപാട് സമയം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാശ്മീരിൽ എവിടെ പോയാലും നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. വേറെ ഒന്നുമല്ല, നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ട് കൊതി തീരാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നതാണ്. ബ്രോ ഞാൻ കണ്ട് നടക്കട്ടെ, കൂട്ടൂരിയിട്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നടക്കാൻ പറ്റില്ല. ആ കുറച്ചേരം വെള്ളം കൈ ഐസ് നിർത്തുവായോ? ഐസ് നിർത്തുക. ഞാൻ അവിടെ നടക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേ എന്നെ പുച്ഛിച്ചല്ല. ശരിയാ ഏത് ഈ പീസാണോ? അതുകൊണ്ട് വെറുതെ ഇരിക്കല്ല വെള്ളത്തിൽ അങ്ങനല്ല, ഒരു കഷ്ണം കട്ട് ചെയ്തിരിക്കുക. ഇത്ര തണുപ്പുണ്ടാ? നല്ല എക്സാമ്പിൾ തന്നിട്ടാ. എന്റെ അടുത്ത് വേണ്ടാന്നല്ല പറഞ്ഞ. ബ്രോ ഒരു കാര്യം ചെയ്യ്, കൈകൊണ്ട് അതൊന്നും എടുക്ക്, അതിനുശേഷം കാലുകൊണ്ട് നടക്കാതെ ഫസ്റ്റ് എഫക്റ്റ് അറിയില്ല. കുറച്ചെണ്ണം കഴിഞ്ഞാൽ കാലുകൊണ്ട് സാധനം കൊണ്ട് കയറുമ്പോഴേക്കും അപ്പൊ എന്റെ കാലിന് സീനാവോ? ഇപ്പൊ വെള്ളത്തില് എന്റെ ഷൂവിന്റെ ഉള്ളിൽ വെള്ളം കയറിയ സീനാണോ? സീനാണ്. പെട്ടെന്ന് തന്നെ പോയിട്ട് ഷൂ മാറ്റണം, സോക്സ് മാറ്റണം അല്ലേ? ഓ ഗൈസ്, ഇങ്ങനെ നമ്മൾ അറിയാണ്ട് പോണ കുറെ സീനുകൾ ഉണ്ട് കേട്ടാ. എങ്ങനെ കയറണ്ടേ ബ്രോ? ബടം പൂട്ടിട്ടാ ഈ സാധനം ഇങ്ങനെ കുത്തിയിട്ടില്ലേ? ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തായിട്ടുള്ള ഒരു മല കയറാനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സിറ്റുവേഷനും ഏറ്റവും കൂടുതൽ പണി കിട്ടിയതും അവിടുന്നാണ്. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ സ്റ്റെക്കായി പോയി. ഒരുപാട് പേരെ ഹെൽപ്പിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.